നമസ്കാരം, ശിവടിച്ചിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സിന്റെ സെക്കൻഡ് സെമസ്റ്ററിലെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. അതിൽ BA, BSc, BCom പാഠപുസ്തകങ്ങളിലെ ഫസ്റ്റ് ചാപ്റ്റർ അപഗ്രഥന വായന എന്നുള്ള ജസ്റ്റിൻ സിറിയക്കിന്റെ ലേഖനമാണ്. അതായത് BAക്കും BComനും BScക്കും ഫസ്റ്റ് ചാപ്റ്റർ സെയിം ആണ്. അപ്പൊ ഈ പാഠത്തിന്റെ ഒരു വിശകലനം പറയുന്നതോടൊപ്പം എൻ്റെ നോട്ട് കൂടെ ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അപഗ്രഥന വായന സാമാന്യ പരിചയം എന്നുള്ളതാണ് ജസ്റ്റിൻ സിറിയക്കിന്റെ ലേഖനം പറയുന്നത്. അപ്പൊ ഒരു വിദ്യാർത്ഥി അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വായിച്ച് അത് വായനയുടെ ലോകത്തേക്ക് അവൻ കടക്കുന്നു. അപ്പൊ ആദ്യകാലങ്ങളിൽ വായന വിജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടിയല്ല, കൗതുകമുണർത്തുന്നതായിരിക്കണം ആദ്യകാലങ്ങളിലെ വായന. അപ്പൊ ഒരു പ്രൈമറി ലെവൽ, അതായത് ഒരു പ്രാഥമിക തലത്തിൽ വായനയിലേക്ക് നിർബന്ധപൂർവ്വം നമ്മൾ കുട്ടികളെ പറഞ്ഞ് അയക്കുകയാണെങ്കിൽ അവർക്കത് മടുക്കാൻ ചാൻസ് ഉണ്ട്. അതിനേക്കാളും വായനയിൽ നിന്നുള്ള കൗതുകം അവരുടെ ഉള്ളിൽ ഉണർത്തി നല്ല വായനക്കാരാക്കി മാറ്റുന്നതാണ് നല്ലത്. അപ്പൊ നിർബന്ധിച്ചാൽ അവർ ആ വായനയെ വെറുക്കും. അതിനാൽ കൗതുകം ഉണർത്തി വായനയുടെ ലോകത്തേക്ക് നയിക്കുകയാണ് വേണ്ടത്. ഇനി വായനയുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. പ്രാഥമികമായി വിജ്ഞാന സമ്പാദനം തന്നെയാണ് ഒന്നാമതായിട്ട്. ചിന്തയുടെ വികാസം, നമ്മൾ വായിക്കും തോറും നമ്മുടെ ഉള്ളിൽ ഒരുപാട് കണ്ടന്റ്, ആശയങ്ങൾ ഉണ്ടാകുന്നു. അത് നമ്മുടെ ചിന്തകൾക്ക് വികാസം ഉണ്ടാക്കുന്നു. ലോകത്തെയും അതിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങളെയും കുറിച്ച് അറിയാനും ഈ വായന സഹായിക്കുന്നു. ഇപ്പൊ സമകാലിക സമൂഹത്തിലെ അവസ്ഥകളെ വിമർശനാത്മകമായി വിലയിരുത്തി കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച് അപ്പൊ തനിക്കും സമൂഹത്തിനും ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളൊരു മാർഗവും കൂടെ ഈ വായന നമുക്ക് നൽകുന്നു. ഇപ്പൊ വിജ്ഞാനം ആർജിക്കുക, ചിന്താശേഷി വർദ്ധിപ്പിക്കുക, സാംസ്കാരികമായി പുരോഗതി നേടുക എന്നിവയൊക്കെ വായനയുടെ ലക്ഷ്യങ്ങളായിട്ട് പറയാം. ഇനി വായനയുടെ പല തലങ്ങളുണ്ട്. അതിൽ നാല് തലങ്ങളെ പ്രധാനമായിട്ട് ഇവിടെ പറയുന്നു. ഒന്ന് പ്രാഥമിക തലം, രണ്ട് പരിശോധനാ വായന, പ്രാഥമിക വായന, രണ്ട് പരിശോധന വായന, മൂന്ന് അപഗ്രഥന വായന, നാല് അഗാധ വായന. അപ്പൊ ഇതിൽ പ്രാഥമിക വായന എന്ന് പറയുന്നത് വായന ജീവിതത്തിന്റെ ആദ്യഘട്ടമാണ്. അപ്പൊ വായനയുടെ പ്രാഥമികമായ പല കാര്യങ്ങളും ആദ്യഘട്ടത്തിലാണ് നടത്തേണ്ടത്. അപ്പൊ നമുക്ക് പദങ്ങൾ പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ പ്രധാന കാര്യം. അപ്പൊ അക്ഷരങ്ങൾ പരിചയപ്പെട്ട് ചിത്രങ്ങളിലൂടെ പിന്നെ നമ്മൾ പദങ്ങളിലേക്ക് എത്തുന്നു. അതും ലളിതമായ പദങ്ങൾ, ആ പദങ്ങൾ വെച്ച് നമ്മൾ വാക്യങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതൊക്കെയാണ് വായനയുടെ പ്രാഥമിക തലം. വിദ്യാഭ്യാസത്തിന്റെ ആദ്യ ഘട്ടത്തിലാണ് പ്രാഥമിക വായനാ തലം പൂർത്തിയാക്കുന്നത്.